പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ജോൺ പോൾ പാപ്പ ജപമാല വിശുദ്ധർ സ്നേഹിച്ചതും സഭയുടെ പ്രബോധനാധികാരം പ്രോത്സാഹിപ്പിച്ചതുമായ പ്രാർത്ഥനയെന്നും വിശുദ്ധ ജോൺ 23 പാപ്പ ജപമാല കർത്തൃപ്രാർത്ഥന, നന്മ നിറഞ്ഞ മറിയം, ത്രിത്വസ്തുതി എന്നിവ കൂട്ടിയിണക്കി നമ്മുടെ വിശ്വാസത്തിൻ്റെ മൗലിക രഹസ്യങ്ങൾ ഘടിപ്പിച്ച് നിർമ്മിച്ച രഹസ്യമാണ് എന്നും 4 ഗ്രിഗോരിയോസ് പാപ്പ ജപമാല ദൈവാനുഗ്രഹത്തെ വർദ്ധിപ്പിക്കുന്നു, പാപത്തെ നശിപ്പിക്കുന്നു, പ്രസാദവരത്തെ വീണ്ടെടുക്കുന്നു എന്നും പറയുന്നു. പ്രഭാഷകൻ 3:19. വിനീതർക്കാണ് അവിടുന്ന് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. കൊന്ത കയ്യിലേന്തി ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വിനീതരുടെ ഗണത്തിലേക്ക് നാമം ചേരുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കരങ്ങളിൽ നാം സുരക്ഷിതരാകുകയാണ്. പരിശുദ്ധി അമ്മയെപ്പോലെ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കുകയാണ്. സർവശക്തനായവൻ്റെ കരങ്ങൾക്ക് കീഴിൽ നമ്മെ പ്രതിഷ്ഠിക്കുകയാണ്. വിശുദ്ധ പാദ്രി പിയോ പറയും, ജപമാല ഏറ്റവും നല്ല പടച്ചട്ടയാണ്. എല്ലാ അന്ധകാര ശക്തികൾക്കും തിന്മയുടെ ശക്തികൾക്കും മറികടക്കാനാകാത്ത സ്വർഗീയ പടച്ചട്ടയാണ് കൊന്ത നമസ്കാരം. ജപമാല എല്ലാ ദാനങ്ങളുടെയും വരങ്ങളുടെയും ഖജനാവാണെന്ന് വാഴ്ത്തപ്പെട്ട അലൻ ഡി റോച്ചെ പറയുന്നു. ദൈവമക്കളെ, സ്വർഗീയ പ്രാർത്ഥനയായ കൊന്ത ധാരാളമായി പ്രാർത്ഥിക്കാം. അങ്ങനെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ സ്വർഗീയ സന്തോഷത്തിൽ നിറവുള്ളവരാകാം. ദൈവമാതാവ് വഴി ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.